എൻ ശ്രീകുമാർ, രാജ്യത്തെ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതികൾക്ക് ഒക്കെ വലിയ ആക്കം കൂട്ടുന്ന ഒരു വാർത്തയാണിപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇത് BJPയുടെ കാര്യം മാത്രമല്ല, പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു ഭരണഘടനാ വിരുദ്ധ പ്രവൃത്തി നടത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ തന്നെ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ഒക്കെ എന്ത് നിലപാടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. എന്താണ് ശരിക്കും ഇക്കാര്യത്തിൽ വേണ്ടത്? ഡോക്ടർ ലാലെ, ഇത് കോൺഗ്രസിന്റെ നിലപാട് അടുത്ത ദിവസങ്ങളിൽ വരും. മാത്രമല്ല, കോൺഗ്രസ് മുമ്പേ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി നെഹ്റു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാക്കിയത് രാജ്യത്തിന്റെ മൊത്തം വളർച്ചയ്ക്കുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാനാണ്. അതിനിടയ്ക്ക് വന്ന BJPയുടെ നേതാവ് വാജ്പേയി പോലും ആ പ്ലാനിംഗ് കമ്മീഷനെ ഉടച്ചു വാർക്കാനോ പ്ലാനിംഗ് കമ്മീഷനെ തള്ളാനോ ഒന്നും തയ്യാറായില്ല. അദ്ദേഹം അതിൻ്റെ ആ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷനെ അതേപോലെ നിലനിർത്തി. പക്ഷെ 2014 വന്ന നരേന്ദ്രമോദി 2015 തോന്നുന്നു ആ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതാക്കിയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് റിഫോമിംഗ് ഇന്ത്യ, അങ്ങനെ എന്തോ ഒരു പേരിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യ എന്നാക്കിയിട്ട് നീതി ആയോഗ് എന്നാക്കിയിട്ട് വെച്ചു. അത് BJPയുടെ നയമാണ്. എന്താണ് അവരുടെ നയം? ഒരുപാട് സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു യൂണിയനാണ് ഇന്ത്യ എന്നുള്ള സങ്കല്പത്തെ ആദ്യമേ തന്നെ അവരെ മനസ്സിൽ നിന്നങ്ങ് വിട്ടുകളഞ്ഞു. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് മതി എന്ന രീതിയിലേക്ക് അവരെത്താൻ കാരണമൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇവിടെ നീതി ആയോഗിൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം എന്നുള്ള ആള്. പക്ഷെ അങ്ങനെ എന്ന് തോന്നുന്നു, എനിക്കറിയില്ല കൃത്യമായിട്ട്. സംശയം ഉണ്ടെന്നാൽ അതെ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം മുമ്പ് പറഞ്ഞ ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എത്രയോ കാലത്ത് നടപടി സ്വീകരിക്കാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ എനിക്ക് തോന്നുന്ന പ്രകാശം മാഷ അത് യൂട്യൂബിൽ ഇല്ലാന്ന് കേൾക്കുന്നുണ്ട്. ശരിയാണെന്നൊന്ന് തപ്പി നോക്കണം. ആ പ്രസംഗം ഇപ്പൊ യൂട്യൂബിൽ തപ്പിയിട്ട് കിട്ടുന്നില്ല എന്ന് ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിരുന്നു. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനൊരു സംഭവം ഇല്ലാതെ വെറുതെ ഒരു കെട്ടുകഥയായിട്ട് പുറത്തു വരില്ലല്ലോ. ആരെക്കുറിച്ചാ പറയുന്നതെന്ന് ആലോചിക്കണം. PMOയിലെ ഒരു ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, ഒരുപാട് പദവികൾ വഹിച്ച ആള്, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു, ഒരു സെമിനാറിൽ പങ്കെടുത്ത് പറഞ്ഞു എന്നൊക്കെ വെറുതെ അങ്ങോട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ സത്യസന്ധമാണ്. പക്ഷെ കോൺഗ്രസ് ഗവൺമെന്റുകള് കുറച്ചു കാലം മുമ്പ് തന്നെ ഈ പ്രവണതയ്ക്കെതിരെ പറഞ്ഞിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നീതി ആയോഗിന്റെ ഈ വിഷയത്തിലല്ല, പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ കോൺഗ്രസ് AICC ശക്തമായ നിലപാടെടുത്തിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നെഹ്റുവിയൻ സംസ്കാരത്തിൽപ്പെട്ട സാമ്പത്തിക ആസൂത്രണമാണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ അതിന്റെ ഭാഗമാണെന്ന് വരുത്തി നെഹ്റുവിന്റെ ചിന്ത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തത്. പക്ഷെ അവർക്കത് വിനയായി എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യം. കാരണം ഇപ്പോഴും നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ പ്ലാനിംഗ് ബോർഡ്, ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പ്ലാനിംഗ് ബോർഡുണ്ട്. ഈ പ്ലാനിംഗ് ബോർഡ് നിർത്തലാക്കാൻ വേണ്ടി ശ്രമം നടന്നു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷമോ ഇപ്പോഴും റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ അവരുടെ വെബ്സൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്ന വാർത്തയിൽ ആ പ്രസംഗത്തിന്റെ ക്ലിപ്സ് ഉണ്ട്. അതെനിക്കറിയില്ല, എന്നോട് സുഹൃത്ത് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ എന്തായാലും ഈ പ്ലാനിംഗ് ബോർഡ് ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാല് ഒരു വർഷം മുമ്പ് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ എല്ലാ ഗവൺമെന്റുകൾക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടോ കോൺഗ്രസ് ഗവൺമെന്റുകളാണ്, പ്രത്യേകിച്ച് രാജസ്ഥാൻ, അതുപോലെ മറ്റു നമ്മുടെ ഉത്തരേന്ത്യയിലുള്ള ചില കോൺഗ്രസ് ഗവൺമെന്റുകൾ ഈ കാര്യം ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ ആ ഒരു സമീപനം മറ്റു പല ഗവൺമെന്റുകളും കൈക്കൊണ്ടില്ല. എന്താ എനിക്കറിയില്ല. അതിൻ്റെതായ സമയം എടുക്കുകയായിരിക്കാം. നമ്മുടെ കേരളത്തില് ഈ പ്ലാനിംഗ് കമ്മീഷന്റെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒരു നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടും ഇതൊന്നും നമ്മുടെ ഗവൺമെന്റ് അറിയാതെ പോയതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കേരള ഗവൺമെന്റ് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുകയാണ്. മറ്റ് കോൺഗ്രസ് ഗവൺമെന്റുകളും തമിഴ്നാടും അതുപോലെ മറ്റുള്ള ഗവൺമെന്റിലൊക്കെ ഇടപെട്ട പോലെ ഇടപെട്ടില്ല എന്നൊരു നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് 2 വർഷം മുമ്പാന്ന് തോന്നുന്നു നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ തിരുവനന്തപുരത്ത് എത്തിയത്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു പുതിയ ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സാമ്പത്തികമായ ആ ഒരു ഞെരുക്കത്തിലേക്ക് അവർ കൊണ്ടുവരാൻ എന്താണ് ഇപ്പൊ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ
മുഖ്യമന്ത്രി അവരുമായി സംസാരിക്കുന്നത്? അതാണോ വേണ്ട രീതിയിൽ ഈ സർക്കാർ ഇടപെടുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ എന്താണോ ചെയ്തത്, മറ്റു സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകൾ എന്താണോ ചെയ്തത്, അവർ ചെയ്തതുപോലെ ചെയ്തില്ല എന്ന് അങ്ങേക്ക് തോന്നിയതിന് കാരണം അതാണോ? കഴിഞ്ഞ ദിവസം ഇവിടെ വി ഡി സതീശനുമൊക്കെ പറയുന്നത് കേട്ടു, പ്രധാനമന്ത്രി കൊച്ചിയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നത് ഈ സമരം ചെയ്യുന്നത് ഇല്ലാതാക്കുന്ന പരിപാടിയാണ്, നിവേദനം കൊടുക്കുന്നതിന് തയ്യാറാകാതെ അവിടെ ചെന്ന് സ്വീകരിച്ചത് ശരിയായില്ല എന്ന്. ഇതൊക്കെയാണോ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ? അല്ലല്ല, 2022 ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം 2024 ജനുവരിയായി. ഈ കാലത്തിനിടയ്ക്ക് ഇതിനൊരു ഫോളോ അപ്പ് നമ്മുടെ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ഈ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലല്ലോ വി ഡി സതീശൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി ഇവിടെ ഡൽഹി സമരം ചെയ്യാൻ പോകുന്നുള്ള സത്യം. പക്ഷെ രാജ്ഭവന് മുമ്പിൽ LDF നടത്തിയ ഒരു സമരത്തിൽ പങ്കെടുക്കാത്ത ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. രാജ്ഭവന് മുമ്പിൽ മുഖ്യമന്ത്രി നേരിട്ട് അതിൽ പങ്കെടുത്തോ എന്നുള്ളതല്ലോ. ഇടതുമുന്നണി നടത്തിയ ഒരു സമരത്തിൽ എത്രമാത്രം ആളുകൾ പങ്കെടുത്തു, അവരുടെ വാദം എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണല്ലോ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇനി മുഖ്യമന്ത്രി അതിന് പങ്കെടുക്കുന്ന സമരമാണ് ഫെബ്രുവരി 8 നടക്കാൻ പോകുന്നത്. അവിടെയാണ് പ്രതിപക്ഷം അതിനകത്ത് പോയി പങ്കെടുക്കാത്തത്. അവിടെയാണ് വിമർശനം പറയുന്നത്. പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോയി സ്വീകരിച്ചു എന്നൊക്കെ ചോദിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ ചോദ്യമായതുകൊണ്ടാണ് എനിക്ക് സംശയം. കോൺഗ്രസ് ഇങ്ങനെയാണോ കാര്യങ്ങളെ കാണുന്നത്? ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, പ്രധാനമന്ത്രിമാർ തമ്മിൽ ഉച്ചകോടി നടക്കുമ്പോൾ തമ്മിൽ കണ്ട യുദ്ധം ചെയ്യണമെന്ന് പറയുന്നത് പോലത്തെ ഒരു വില കുറഞ്ഞ ഒട്ടും സീരിയസ് അല്ലാത്തൊരു പ്രതികരണമായി പോയില്ലേ അത്? പ്രധാനമന്ത്രിയെ കൈകൂപ്പി സ്വീകരിച്ചു എന്നുള്ള രാഷ്ട്രീയ ആരോപണം വന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, സാമ്പത്തിക പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. അതോടെ ചർച്ചാ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് വേറെ മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിവിടെ ചർച്ചാ വിഷയം അല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അല്ല, സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിലാണല്ലോ, സാമ്പത്തികമായ വിഹിതം കേരളത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ പേരിലാണല്ലോ സമരം നടക്കുന്നത്. അതിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ആ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു തീരുമാനമാണ് UDF നിന്നൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ എടുത്ത് ചർച്ച ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യണം. അതായത് എന്തുകൊണ്ടാണ് UDF പങ്കെടുക്കാത്തത്? UDFന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പങ്കെടുത്താൽ നാളെ കേരളത്തിലെ ജനങ്ങൾ പ്രതിപക്ഷത്തെ UDFനെ വിശ്വസിക്കില്ല. എന്താ കാരണം? പ്രതിപക്ഷം ഇവിടെ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ധനസ്ഥിതി എന്താണ്, ഒരു ധവളപത്രം ഇറക്കും, ഇതുവരെ ഇറക്കിയിട്ടില്ല. 2, നിങ്ങൾ ഈ ധനസ്ഥിതി ഇത്രയും മോശമായിട്ടും നിങ്ങൾ ചില നിയമനങ്ങൾ നടത്തുന്നു, ധൂർത്ത് നടത്തുന്നു, സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നു, അത് നിർത്തും. അതും ചെയ്യുന്നില്ല. പിന്നെന്താണ് പറഞ്ഞത്? പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി വിളിച്ച ഓൺലൈൻ യോഗം നടക്കുന്ന ദിവസം പ്രകാശ് മാസ്റ്ററുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ നമ്മുടെ LDF കൺവീനർ മോശമായ ഭാഷയിലാണ് ദ്രോഹിയാണ് സതീശൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ അപ്പൊ LDF കൺവീനർ ആരാ? LDF ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന, കൺവീൻ ചെയ്യുന്ന, അതായത് അവരെ സംയോജിപ്പിക്കുന്ന ആള്. ആ ആള് വി ഡി സതീശനെ ക്ഷണിച്ച് മുഖ്യമന്ത്രിയൊക്കെ കൊണ്ടുപോകേണ്ട EP ജയരാജൻ ഈ വി ഡി സതീശനെ ഒരു ദ്രോഹ നടപടിയായിട്ടാണ് ചിത്രീകരിച്ചത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു രേഖ, വീഡിയോ തന്നെ പുറത്തു വന്നപ്പോൾ ആ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ തന്നെ അത് വിളിച്ചു പറയുന്ന ഒരു കാര്യം വന്നിട്ട് പോലും ഈ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല, സംസ്ഥാനത്തെ UDF നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ഗൗരവമായ ഒരു അവസ്ഥയാണെന്നുള്ളത് ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ പോലും അതൊരു ഗൗരവമായി ചർച്ചയായി എടുത്തിട്ടില്ല, പല മാധ്യമങ്ങളും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അത് വരുമ്പോഴാണല്ലോ ഈ കാര്യത്തിൽ എന്ത് നയമാണ്, സമരപരിപാടിയാണ് LDF ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ ഗൗരവം ആളുകൾക്ക് പിടികിട്ടുന്നത്. ഡോക്ടർ ലാലെ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ പ്രസംഗത്തിന്റെ പേരിലല്ല, ഇതിനു മുമ്പ് തന്നെ കോൺഗ്രസ് ഗവൺമെന്റുകൾ ഇടപെട്ടിരുന്നു. രാഹുൽ ഗാന്ധി പലവട്ടം പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ജയറാം രമേശിന്റെ പി ചിദംബരത്തിന്റെയും അഭിപ്രായങ്ങളുണ്ടായിരുന്നു ഈ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തിയുമായി ബന്ധപ്പെട്ട്. അതിന്റെ ഒരു ഭാഗമാണുള്ളത്. പിന്നെ ഈ ഫെബ്രുവരി 8 ഡൽഹിയിൽ പോകുന്ന നമ്മുടെ പൊതുഖജനാവിൽ നിന്നുള്ള വിമാനക്കൂലി നഷ്ടമാകും എന്നുള്ളതൊക്കെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ പോയി സമരം നടത്തിയിട്ട് എന്ത് ചെയ്യാനാണ്? ഇപ്പൊ EP ജയരാജൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നത്. അല്ല, ജയറാം രമേശും പി ചിദംബരവും ഒക്കെ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തിയതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്തായി? എന്ത് സമരം നടന്നു? അതിന് എന്ത് ഫോളോ അപ്പ് ഉണ്ടായി? രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുന്നു?
ഇപ്പോൾ ജോഡോ യാത്ര എന്ന് പറഞ്ഞാൽ ജോഡോ ന്യായ യാത്ര എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വശത്തുനിന്ന് ഇങ്ങോട്ട് നടക്കുകയാണല്ലോ. നടക്കുകയല്ല, ഇപ്പോൾ വേറൊരു വണ്ടിയിലാണ്. ദൂർത്തെന്നൊക്കെ പറഞ്ഞത് നവകേരള സദസ്സിനെ താങ്കൾ ഉൾപ്പെടെ ഈ ചർച്ചയിൽ വന്ന് വിമർശിച്ചതാണ്, ഒരു ബസ്സിൻ്റെ പേരും പറഞ്ഞിട്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന ആ ബസ്സിൻ്റെ അവസ്ഥ എന്താണ്? ഡോക്ടർ ലാലെ, ആ ബസ് ഏതെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റ്, കർണാടക ഗവൺമെന്റ് ഒന്നും സ്പോൺസർ ചെയ്യുന്നതല്ല, അത് പാർട്ടി ഫണ്ടാണ്. നിങ്ങൾ CPM ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ എത്ര അതെ, പാർട്ടിയുടെ ഫണ്ടിനെ കുറിച്ചൊന്നും പറയണ്ട. അവിടെയാണ് CPM ഉൾപ്പെടെ വിമർശിക്കുന്ന നാഷണൽ ഹെറാൾഡ് കേസിന്റെ കാര്യമൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരിക. അത് പൊതുമുതലല്ലോ എന്ന വിമർശനം, ഒരു ന്യായീകരണമാണ് അങ്ങ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അല്ലല്ല, നാഷണൽ ഹെറാൾഡിന്റെ ഒക്കെ കേസ് നമ്മൾ എത്ര ചർച്ച ചെയ്തതാണ്. നാഷണൽ ഹെറാൾഡിന്റെ കേസ് ഗവൺമെന്റുമായിട്ട് ഒന്നാമത്തേത് അത് കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ വേണ്ടിയാണല്ലോ. കോൺഗ്രസ് ഒരു പത്രം എങ്ങനെ നടത്തണത് കോൺഗ്രസ് തീരുമാനിക്കുക, അത് BJP അല്ല തീരുമാനിക്കുക. അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയമാണല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലത്തെ ഇവിടുത്തെ കേരളത്തിലെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പ്രതിപക്ഷത്തിന് പോലും മനസ്സിലാവാത്ത അവസ്ഥയിൽ അവിടെ പോയിട്ട് കൈയടിക്കാൻ പ്രതിപക്ഷം തയ്യാറായാൽ ഈ ജനങ്ങൾ പ്രതിപക്ഷത്തെ വെറുക്കും ഡോക്ടർ ലാൽ. കാരണം അത്രയധികം ജനങ്ങൾ വെറുത്തൊരു ഗവൺമെന്റാണ് ഇത് കേരളം ഭരിക്കുന്നത്. ശരി.